നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സുഖം. കാർലോ ആഞ്ചലോട്ടി ടു ബ്രസീൽ എന്നുള്ളത് നമ്മൾ 2022 വേൾഡ് കപ്പിന് ശേഷം ടിറ്റെ പടിയിറങ്ങിയപ്പോൾ മുതൽ കേൾക്കുന്നതാണ്. ഇപ്പോൾ പൊട്ടും എന്ന രൂപത്തിൽ ശരിക്കും പൊട്ടുകയാണ്, പൊട്ടാൻ പോവുകയാണ്. യെസ്, അത് തന്നെയാണ് എപ്പോഴും പറയാനുള്ളത്. പക്ഷേ കാര്യങ്ങൾ വളരെ ക്ലോസ് ആയിരിക്കുന്നു. അടുത്ത ആഴ്ച ലണ്ടനിൽ വെച്ച് മീറ്റിംഗ് ഉണ്ട്, ഫൈനൽ മീറ്റിംഗ്. അതോടുകൂടി ഡീൽ ക്ലോസ് ആവും എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം UOL എസ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു ഡീല് കൺഫേംഡ് ആയിട്ടുണ്ട്. വരുന്ന ആഴ്ചകളിൽ ആഞ്ചലോട്ടി റയൽ വിടും. ക്ലബ്ബ് വേൾഡ് കപ്പിന് അദ്ദേഹം നേരെ ബ്രസീൽ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തും എന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം ഫബ്രീസിയോ റൊമാനോയും അധികം വൈകാതെ തന്നെ ആഞ്ചലോട്ടി ജോയിൻ ചെയ്യും എന്നുള്ള റിപ്പോർട്ട് ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. UOL എസ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കാർലോ ആഞ്ചലോട്ടിയും ബ്രസീലും അടുത്ത ആഴ്ച ലണ്ടനിൽ വെച്ച് മീറ്റ് ചെയ്യും. പൊട്ടൻഷ്യലി ക്ലോസ് ദി ഡീൽ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ടോക്സ് വളരെ പോസിറ്റീവാണ്. അടുത്ത ആഴ്ചയോടുകൂടി ഫൈനൽ തീരുമാനം പ്രഖ്യാപിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ മരിയോ കോർട്ടഗാന റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം, ദി അത്ലറ്റിക്കിൻ്റെ ഒക്കെ ജേർണലിസ്റ്റാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറ്റൊന്നുമല്ല. യെസ്, കാർലോ ആഞ്ചലോട്ടി സെറ്റ് ടു ലീവ് ആഫ്റ്റർ ലാ ലീഗ, ഇറ്റ്സ് ഡൺ എന്നാണ്. അതായത് ഡണ്ടിയിലായിരിക്കുന്നു. ലാ ലീഗ കഴിഞ്ഞാൽ അദ്ദേഹം റയൽ മാഡ്രിഡ് വിടുകയാണ് എന്ന് പറഞ്ഞാൽ ക്ലബ്ബ് വേൾഡ് കപ്പിന് അദ്ദേഹമില്ല എന്നത് തന്നെ വളരെ വ്യക്തമാവുന്നു. സോ ഫൈനൽ തീരുമാനം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ടുള്ളത്. അതോടൊപ്പം തന്നെ സാന്റിയാഗോ സൊളാരി ഒരു പക്ഷേ അവരുടെ ഇൻട്രിം കോച്ചായിട്ട് ക്ലബ്ബ് വേൾഡ് കപ്പിന് റയൽ മാഡ്രിഡിനെ നയിച്ചേക്കും എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നു. എന്തായാലും അടുത്ത ആഴ്ച വളരെ ക്രൂഷ്യലാണ് എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.